അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുറത്തങ്ങളുടെ മരണം സമയം വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്ഭുത സത്യം. കാരണം ഖുറത്തങ്ങൾ മരണപ്പെട്ടപ്പോൾ പലരും വോയിസിൽ വന്നു. ഖുറത്തങ്ങൾ ഇന്നലെയാണ് നമ്മുടെ വീട്ടിലേക്ക് പരിപാടിക്ക് വന്നത്, ഇന്നലെ നമ്മുടെ മറ്റു പരിപാടിയിലേക്ക് വന്നത്, ഇന്നലെയാണ് കണ്ട് സംസാരിച്ചു, ഇങ്ങനെ പല നിലയ്ക്ക് ഇന്നലെ ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള പല വോയിസുകളാണ് വരുന്നത്. അത്ഭുതമാണ്. ഇത് വലിയ ഒരു പാഠമാണ്. അള്ളാഹു തങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ എത്ര അത്ഭുതമാണ് എൻ്റെ പ്രിയമുള്ളവരെ. കാരണം ഒരുപാട് ദീനിയായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ തങ്ങളവരുകൾ, തങ്ങളുടെ മരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായൊരു വാർത്തയാണ്. പലരും കരഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത പറയുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു രീതിയിലാണ്. വിശുദ്ധ ഖുർആൻ എന്തത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാൻ്റെ 34-ാമത്തെ ആയത്തെടുത്ത് നോക്കിയാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതുപോലെ സൂറത്ത് നിസാ എടുത്തു നോക്കിയാൽ അതിൻ്റെയും 78-ാമത്തെ ആയത്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആലുംബ്രാൻ്റെ ഹദീസ്, പരിശുദ്ധമായ ഖുർആൻ ആലുംബ്രാൻ്റെ 185-ാമത്തെ ആയത്തിൽ നമ്മെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. തങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു പാഠമാണ്. ഖുർആൻ പറയുന്നു, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല, എവിടെ വെച്ച് എങ്ങനെയെന്നറിയില്ല. നാം മരിക്കുന്നതിൻ്റെ ഒരു സെക്കൻഡിൻ്റെ മുമ്പ് പോലും അറിയില്ല എപ്പോഴാണ് നാം മരണപ്പെട്ടു പോവുക എന്ന്. കാരണം തങ്ങളുടെ പരിപാടിക്ക് കഴിഞ്ഞ് വന്ന് ചെറിയൊരു അസ്വസ്ഥതയാണ്, പെട്ടെന്നാണ് മരണവാർത്ത കേൾക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര വലിയ കൊട്ടാരത്തിനുള്ളിലായാലും ശരി, മരണം ഐനമാ തകൂൻ, നിങ്ങൾ എവിടെയായാലും മരണം പിടികൂടും. അത് ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ, അവിടെ ഒരു ഈച്ച പോലും പ്രവേശിക്കാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണപ്പെട്ടു പോകും. ചില ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോയി, തങ്ങളുടെ മരണവാർത്ത പറയാൻ പോലും പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, മരണമെന്നുള്ളത് ലൈസൽ മൗത്തു ഖാസ്സൻ ബിൽ ഇൻസാൻ, എല്ലാവരും മരിക്കും. പക്ഷേ മനുഷ്യരുടെ മരണമെന്ന് പറയുന്നത് മൗത്തുൽ ഇൻസാനു ലൈസ ബിഫന, അത് നശിക്കലല്ല, ബൽ ഹുവ ഇബ്തിദാഉ ഹയാത്തുൻ അബദിയ, എന്നെന്നും ശാശ്വതമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണമെന്നുള്ളത്. അധിക ജനങ്ങളും മരണത്തെ വെറുക്കുന്നുണ്ട്. പലരും, അതായത് ജീവിതത്തെ, യുഹിബ്ബൂനൽ ഹയാത്തുദ് ദുനിയ, ജീവിതത്തെ അവർ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. മരണമെന്ന് പറയുന്നത് ഇന്തിഖാലു ശഖ്സിൻ മിൻ ദാരിൽ ഫനാ, നശ്വരമായ ഈ ദുനിയാവിൽ നിന്ന് ലാ ദാരിൽ ബഖാ, ശാശ്വതമായ പരലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അഅദ്ദല്ലാഹു ഫീഹാൽ ജന്ന വന്നാറ, അവിടെ അല്ലാഹു സ്വർഗവും നരകവും ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ തങ്ങളവരുകളെയും നമ്മെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് ഓരോ മനുഷ്യനിക്കും നിർബന്ധമാണ് അയ്യക്സിറ ദിക്റൽ മൗത്ത്, മരണത്തെക്കുറിച്ചൊന്നും ഓർക്കൽ. മാത്രമല്ല ആ മരണത്തിന് വേണ്ടി ഒരുങ്ങൽ. സ്വാലിഹായ അമലുകളെ കൊണ്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ആ മരണത്തിന് വേണ്ടി നാം എന്നും ഒരുങ്ങണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അക്സിറു ദിക്ര ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ രുചികളെ തകർക്കുന്ന മരണത്തെന്നും നിങ്ങൾ ഓർക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ ആബിരിസ് സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. പ്രിയമുള്ളവരെ, കുൻ ഫിദ്ദുന്യ, ദുനിയാവിൽ കഅന്നക ഗരീബ്, ഒരു യാത്രക്കാരനെ പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. സ്ഥലത്തവിടെ നിന്നാൽ അവിടെ വലിയ വീട് വേണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് അവിടെ സ്ഥാനങ്ങളോ മറ്റൊന്നുമല്ലല്ലോ. അവരുടെ യാത്ര ആ സമയത്തിന് വരും, അവരുടെ സ്ഥലം കുറച്ച് താമസിക്കും, അവർക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലത്തേക്ക് അവർ കയറി പോകും. അവിടെ ഒരുപാട് സൗകര്യങ്ങളൊന്നും അവരാഗ്രഹിക്കുകയില്ല. അങ്ങനെ ഒരു യാത്രക്കാരനെ പോലെ, വാബിർ സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം. ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളെ കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തെ നാം എണ്ണണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും. മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം, അൽഹംദുലില്ലാ തങ്ങളുടെ മരണം കണ്ടല്ലോ, വളരെ നല്ലൊരു മരണമാണ്. കാരണം
തിങ്കളാഴ്ചയും അതോടൊപ്പം മുഹറമിൻ്റെ തുടക്കവുമാണ്. കാരണം റമദാനിന് ശേഷം ഏറ്റവും പരിശുദ്ധമായ ദിവസം, പരിശുദ്ധമായ മാസം എന്നുള്ളത് അത് മുഹറമാണ് എന്ന് പരിശുദ്ധമായ ഹദീസ് ഒരിക്കൽ നാം പഠിച്ചവരാണ്, അതിൽ നാം വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരുപാട് മരണത്തെക്കുറിച്ച് എന്നും നാം ആഗ്രഹിക്കുക, അതുപോലെ ഒരുപാട് രുചികൾ തോന്നിപ്പിക്കുക, അത് നാം ഒരുക്കുക. അമൽ ഫമൻ ആമന വഅമില സ്വാലിഹൻ യകൂനു ഹയാത്തുഹു ഫിൽ ആഖിറതി ഹയാത്തുൻ തയ്യിബ. ആരാണ് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടോ അവനിക്ക് ഹയാത്തുഹും ഫിൽ ആഖിറ ഹയാത്തുൻ തയ്യിബ, നല്ലൊരു ജീവിതമാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത്. മൻ കഫറ വഅമില സയ്യാത്ത്, ആരാണ് നിഷേധിച്ചുകൊണ്ട്, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട്, പരിശുദ്ധമായ ദീനിനെ നിഷേധിച്ചുകൊണ്ട്, വഅമില സയ്യാത്ത് മോശമായ പ്രവർത്തനം ചെയ്തുകൊണ്ട് ആര് ജീവിക്കുന്നുണ്ടോ യകൂനു ഹയാത്തുഹു ഫിൽ ആഖിറ ഹയാതൻ സയ്യ, വളരെ മോശമായ ജീവിതമായിരിക്കും പരലോകത്ത്. കാരണം അവിടെ മരണമില്ല, നല്ലൊരു ജീവിതമോ അതും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള മരണങ്ങളിൽ അള്ളാഹു നമുക്ക് പാഠം പഠിപ്പിക്കുകയാണ്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാളൂർ പറഞ്ഞു, എൻ്റെ ഹബീബിന് ആരെങ്കിലും വഫാത്തായെന്ന് പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ഞാൻ വെട്ടുമെന്നാണ്. എന്തുകൊണ്ട്? ഹബീബിനോടുള്ള ആ സ്നേഹത്തിൻ്റെ കാഠിന്യം കൊണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതിൻ്റെ മുമ്പ് വന്ന ഒരുപാട് പ്രവാചകന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ഹയ്യുൻ, അള്ളാഹുവാണ് ഇന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് ഖയ്യൂമി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്നും എപ്പോഴും ആ മരണത്തിന് വേണ്ടി റെഡിയായിരിക്കണം. ആ മരണത്തിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. ആ മരണം എപ്പോൾ നമ്മളെ മാടി വിളിക്കുന്നറിയില്ല. നമ്മുടെ ചെറുപ്പൻ്റെ ഭാരം എത്രത്തോളം നമ്മുടെ കാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ മരണം അത്രത്തോളം അടുത്തിട്ടുണ്ട് എന്നറിയാം. നമ്മുടെ മരണം എന്നുള്ളത് നമുക്ക് എപ്പോഴും വരുമെന്ന്, നമ്മുടെ മുമ്പിൽ അസ്രായിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സെക്കൻഡിൻ്റെ മുമ്പ് പോലും നമുക്കറിയില്ല ഞാൻ മരിച്ചു പോകുമെന്ന്. കുറേ ആളുകളാണ് രാത്രി കിടന്നുറങ്ങിയ മനുഷ്യൻ പകൽ എഴുന്നേൽക്കുന്നില്ല, അല്ലേ? കെട്ടിലേക്ക് വരാൻ വേണ്ടി ജംഷന് കെട്ടിക്കെട്ടിച്ച് റെഡിയാക്കി കല്യാണത്തിന് വേണ്ടി ആലോചനയ്ക്ക് നടന്നു. ചെറുപ്പക്കാരൻ ഇറങ്ങുന്ന എന്തോ ഒരു അത്യാവശ്യമായ സാധനം കൊണ്ടുവരാൻ പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഇത് രാവിലെ വീട്ടിലേക്ക് പോകേണ്ടവനെ ഉണർത്തുമ്പോൾ അവന് മയ്യത്ത്. അതുകൊണ്ട് എപ്പോഴും മരണമുള്ള മരണങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നാം നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. മരണമെന്ന് പറയുമ്പോൾ ധാരാളമായ മരണത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു തങ്ങളുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിലാക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന എന്നും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.